മനോഗുണത്താൽ ലോകത്തെ സൃഷ്ടിച്ച പിതാവാം ദൈവം നമ്മോടുകൂടെ ആയിരിക്കുന്ന ഈ അവസരത്തിൽ തൻ്റെ കഷ്ടാനുഭവങ്ങളാൽ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹ നമ്മോടുകൂടി ആയിരിക്കുന്ന ഈ അനുഗ്രഹീത കൂടിവരവിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തീർക്കുന്ന ജീവനുള്ള പരിശുദ്ധാത്മാവ് നമ്മോടുകൂടിയിരിക്കുന്ന ഈ അനുഗ്രഹീത കൂടിവരവിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ രക്ഷാസുവിശേഷം ഒത്തിരി സ്നേഹത്തോടുകൂടി അവിടുത്തെയുള്ള സ്നേഹത്തോടുകൂടി ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഈ സായം സന്ധ്യയിൽ ദൈവത്തിൻ്റെ കൃപയാൽ നാം എല്ലാവരും സമാഗതരായിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു വ്യക്തി ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണ്? വാത്സല്യ സഹോദരങ്ങളെ, അത് മറ്റൊന്നുമല്ല, കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 24-ാം തിരുവചനത്തിൽ കൂടെ നമ്മെ അറിയിക്കുന്ന ആ വസ്തുതയാണ്, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുവോളം ഈ ലോകത്തിൽ ഒരു വ്യക്തി ജീവിച്ചിരുന്നാലും നീതിയുടെ സൂര്യനായിരിക്കുന്ന കർത്താവിനെ കാണാതെ അവൻ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോയാൽ, വാത്സല്യ മക്കളെ, അവൻ്റെ ജീവിതം സൂര്യനെ കാണാതെ ഗർഭം അലസിപ്പോയ പിണ്ഡം പോലെ ആയി തീർന്നിരിക്കുന്നു എങ്കിൽ, ഇതാ ഈ കൂടിവരവ് ആ നിത്യജീവനെ പ്രാപിക്കുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു സമർപ്പണമായി ഇതിനെ നമുക്ക് കണക്കാക്കാം. ഞാനിങ്ങനെ ഓർത്തു പോവുകയായിരുന്നു, സഭാ കലണ്ടറിൽ ഇന്ന് ദാവീദ് പ്രവാചകനെ ഓർക്കുന്ന ദിനമാണ്. 109-ാം സങ്കീർത്തനത്തിൽ കൂടെ കടന്നു പോയപ്പോൾ വലിയ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അത് മറ്റൊന്നുമല്ല, രക്ഷകനായിരിക്കുന്ന കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ, കഷ്ടാനുഭവത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന വശങ്ങളെക്കുറിച്ച്, കർത്താവ് അനുഭവിക്കുന്ന ത്യാഗങ്ങളെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദ് ഒരു പീഡിതനായി, വ്രീണഹൃദയനായി, ഒത്തിരി വേദന അനുഭവിച്ചപ്പോൾ പാടിയ സങ്കീർത്തനമാണെന്ന് വരികിലും രക്ഷകന്റെ കഷ്ടാനുഭവത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രവചനമായിട്ട് ആയതിനെ നമുക്ക് കണക്കാക്കാം. വാത്സല്യ സഹോദരങ്ങളെ, അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം പ്രത്യേകം ശ്രദ്ധേയമാണ്. 109-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: കാരണം കൂടാതെ എന്നെ ഉപദ്രവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. കാരണം കൂടാതെ എന്നെ ഉപദ്രവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ നേരിലും നിഷ്കളങ്കതയിലും പുറംതിരിഞ്ഞ് തന്നെ പീഡിപ്പിച്ച, പീഡനയേറ്റ ഒരു വ്യക്തിത്വത്തിൻ്റെ മുറവിളിയാണ് അവിടെ കാണുന്നത്. കാരണം കൂടാതെ എന്നെ ഉപദ്രവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. നാം ഇന്ന് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ വ്യക്തികളും കുടുംബങ്ങളും കടന്നു പോയിട്ടുണ്ട്. എന്നാൽ 4-ാം വാക്യം, 109-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് ദാവീദ് ഈ വിവശതയിൽ നിന്ന് എങ്ങനെയാണ് മുക്തി പ്രാപിക്കുന്നത് എന്നിപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. ഈ നിഷേധ സാഹചര്യത്തെ അതിജീവിക്കുവാൻ
ദാവീദ് നിഴലായ പഴയ നിയമത്തിൽ ഉൾക്കൊണ്ടതായിരിക്കുന്ന വസ്തുത ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു എന്നിപ്രകാരമാണ്. ഒരു ചിന്തകൻ ഒരവസരത്തിൽ രേഖപ്പെടുത്തിയേ, ദി ലെങ്ത് ഓഫ് ദി ടങ് ഈസ് ഓൺലി 4 inch. നാവിൻ്റെ നീട്ടേ 4 ഇഞ്ചേ ഉള്ളൂ. ബട്ട് ഇറ്റ് ക്യാൻ കിൽ എ 6 feet tall person. 6 അടി ഉയരമുള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ അതുകൊണ്ട് പറ്റുമെന്ന്. നാവിൻ്റെ നീട്ടം 4 ഇഞ്ചേ ഉള്ളൂ, പക്ഷേ 6 അടി ഉയരമുള്ള ഒരു മനുഷ്യനെ കൊല്ലാൻ അത് ധാരാളം മതി. പ്രിയപ്പെട്ടവരെ, ഈ വിവശതയുടെ മധ്യത്തിൽ ദാവീദ് ആശ്രയം വെച്ചത് ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു എന്ന് പ്രകാരമാണ്. ഇതാ നമ്മുടെ രക്ഷകൻ പ്രാർത്ഥനയിലൂടെ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. ആ മഹാവലിയ പരസ്യ ശുശ്രൂഷ അവിടുന്ന് പര്യവസാനിപ്പിച്ചതും പ്രാർത്ഥനയിലൂടെയാണ്. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ തൻ്റെ കൈകൾ ആണികളാൽ അടിക്കപ്പെട്ടിരിക്കുന്നു, ചലിക്കുന്നില്ല. തൻ്റെ കാലുകൾ ആണികളാൽ അടിക്കപ്പെട്ടിരിക്കുന്നു, ചലിക്കുന്നില്ല. തൻ്റെ ശിരസിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടിരിക്കുന്നു. തീവ്രവേദനയുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ അവിടുന്ന് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൃഷ്ടി ഉയർത്തി പ്രാർത്ഥിച്ചു. ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 23-34. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് പൊറുക്കണമേ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് പൊറുക്കണമേ. ഇതാ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം രക്ഷകനിലേക്ക് അടുത്തു വരുന്ന ശിഷ്യത്വത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ സന്നിധിയിലാണല്ലോ ഉള്ളത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:14 നാം നോക്കുമ്പോൾ തൻ്റെ മാതാവും തൻ്റെ അപ്പോസ്തലന്മാരും തൻ്റെ വിശുദ്ധന്മാരും തന്നെ അനുകരിച്ചവരായ സകലരും ഒരു മനപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അവസ്ഥയാണ്. അവർ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലം കുലുങ്ങി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അവരുടെ മധ്യേ ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തുതി കരകയറ്റാം. ഇന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏക മനസ്സോടും ഏക ചിന്തയോടും ഏക വിചാരത്തോടും കൂടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മധ്യത്തിൽ വരം നൽകുവാൻ തക്കവണ്ണം ആ ദൈവികമായിരിക്കുന്ന ഛേദനം നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രാർത്ഥനയ്ക്ക് വിവിധങ്ങളായിരിക്കുന്ന രീതിയിലാണ് ഒരുവന് മറുപടി ലഭിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവേ എന്ന് നെഞ്ചത്ത് കൈവയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും. മറ്റു ചിലപ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് പറയും, മോനെ നീ അല്പം വെയിറ്റ് ചെയ്യേ, നീ അല്പം വെയിറ്റ് ചെയ്യേ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ചില അവസരത്തിൽ കർത്താവ് പറയും, ഐ വിൽ നോട്ട് ഗിവ് യു. നീ ഇപ്പൊ ചോദിച്ച കാര്യമില്ലേ, ഞാൻ അതൊരിക്കലും നിനക്കായി നൽകുകയില്ല. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവ് കൽപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. അതെ,
ആ യേശു കർത്താവിനോടുള്ള പ്രാർത്ഥന ഒരു ഫിലോക്കാലിയ പോലെ, ഒരാധ്യാത്മിക പ്രേമം പോലെ രക്ഷകനായ യേശുവിൻ്റെ സന്നിധിയിൽ ഉരുവിട്ടുകൊണ്ട് നമുക്ക് നിരന്തര പ്രാർത്ഥനയിൽ നമുക്കതിനെ ചേർക്കാം. കർത്താവേ, യേശുവേ, എന്നോട് കരുണ തോന്നണമേ. വാത്സല്യ മക്കളെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ കൂടെ നാം കടന്നു പോയാലും ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊള്ളുക. കർത്താവേ, യേശുവേ, എന്നോട്, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഇതൊരു മന്ത്രമായി നമ്മുടെ ഹൃദയത്തിൽ നാം ഉരുവിടുന്നു എന്ന് വരികിൽ ഏത് പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ കഴിയും. ദാവീദ് അതാണ് നമ്മോട് അറിയിക്കുന്നത്. ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയ ശക്തി നമുക്കില്ല എന്ന് വരികിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുക, തൻ്റെ അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുക, തൻ്റെ ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുക. ഇത് എന്തുകൊണ്ടെന്നാൽ സങ്കീർത്തനങ്ങൾ 44:6 കൂടെ ദാവീദ് ഇപ്രകാരം പറഞ്ഞു: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. അമ്മയും പരിശുദ്ധന്മാരും തൻ്റെ അപ്പോസ്തലന്മാരും ആശ്രയം വെച്ചത് ആ കർത്താവിലാണ്. ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. സ്നേഹിക്കപ്പെട്ടവരെ, ഞാൻ കടന്നു പോകട്ടെ. ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം ക്രമപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വേദഭാഗം ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക എന്നുള്ളതാണല്ലോ. ഉൽപ്പത്തി 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പിതാവായ ആദാമിൻ്റെ സന്നിധിയിൽ സൃഷ്ടികളായ സകല മൃഗങ്ങളും വന്നുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനു വേണ്ടിയിട്ടാണ് പേരിട്ട് കിട്ടുവാൻ. ആദാമിൻ്റെ മുമ്പിൽ ആ സകല സൃഷ്ടിഗണങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നതായിരിക്കുന്ന അവസ്ഥ. പേരിട്ട് കിട്ടുവാൻ അലറുന്ന സിംഹങ്ങളും വലിയ ഒരു കരടി അവിടെ എങ്ങാനും ഇറങ്ങിയാൽ തന്നെ പിന്നെ നമ്മുടെ മീഡിയകളിലും അതുപോലെ തന്നെ ആളുകളുടെ അടുത്ത് ഒരു സമാധാനമില്ല അതിന് പിടിക്കുന്നത് വരെ. പക്ഷേങ്കിൽ ഈ ഹിംസ്ര ജന്തുക്കൾ മുഴുവൻ പേരിട്ട് കിട്ടുവാൻ ആദാമിൻ്റെ മുമ്പാകെ വന്നു നിന്നു. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരി, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? കാരണം ആദാം അന്ന് പ്രകാശത്തിൽ വസിക്കുന്നവനും പ്രകാശമായുള്ളവനുമായ ദൈവത്തോടു കൂടെയായിരുന്നു. പ്രകാശത്തിൽ വസിക്കുന്നവനും പ്രകാശമായവനുമായിരിക്കുന്ന ദൈവത്തോടു കൂടിയായിരുന്നു. ആദാം കർത്താവിന് യഹോവയായ ദൈവത്തോടുകൂടെ ഇങ്ങനെ ഈവനിങ് വാക്ക് നടത്തി. യഹോവയായ ദൈവം അവനെ അന്വേഷിച്ച് തോട്ടത്തിലേക്ക് വന്നു. ആദമേ, ആദമേ എന്ന് വിളിച്ചു. എത്ര സുന്ദരമായിരിക്കുന്ന അനുഭവം പ്രിയപ്പെട്ടവരെ! പ്രകാശത്തിൽ വസിക്കുക, പ്രകാശമായിരിക്കുക എന്നുള്ളത് എത്ര സുന്ദരമായ അവസ്ഥ. എന്നാൽ ആ പ്രകാശത്തിൽ നിന്ന് ഒരു വ്യക്തി അകന്നു പോയപ്പോൾ ഈ ലോകത്തിന് സംഭവിച്ചതായിരിക്കുന്ന ആ വലിയ കെടുതി അത് ഭീകരമായിരുന്നു. എന്നാൽ ആ പ്രകാശത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മെശിഹ, പ്രകാശത്തിൽ വസിക്കുന്നവനും പ്രകാശമായുള്ളവനുമായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്നു. ഇതാ അവൻ നമ്മോട് കൽപ്പിച്ചു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ അറ്റുപോയിരിക്കുന്ന ബന്ധത്തിൻ്റെ കണ്ണി ആ സർവശക്തൻ തന്നെ ഈ ലോകത്തിൽ എഴുന്നള്ളി അവൻ കൂട്ടിച്ചേർത്തു. ആ അറ്റുപോയ കണ്ണി ഒരു ചങ്ങലയെ നാം സങ്കല്പിച്ചു നോക്കുക.
ആ ചങ്ങലയിൽ വിവിധങ്ങളായിരിക്കുന്ന കണ്ണികളുണ്ട്. അവ ഏകോപിച്ചിരുന്നാൽ അതിനായിട്ടുള്ള ലക്ഷ്യം അത് സാക്ഷാത്കരിക്കും. എന്നാൽ ആ കണ്ണിയിൽ ഒരെണ്ണം വിട്ടുപോയാൽ പ്രിയപ്പെട്ടവരെ, അത് ഒരിക്കലും ആ ചങ്ങലയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുകയില്ല. ഇവിടെ ആ അറ്റുപോയ കണ്ണി, അത് ആ പാലം നിർമ്മിക്കുവാൻ, ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി ക്രിയേഷൻ ആൻഡ് ദി ക്രിയേറ്റർ, ദൈവവും സൃഷ്ടികർത്താവും സൃഷ്ടിയുമായിട്ടുള്ള ആ ബന്ധം, ആ അറ്റുപോയ ബന്ധം പുനർനിർമ്മിക്കുവാൻ നമ്മുടെ കർത്താവ് ഇതാ അവിടുന്ന് എഴുന്നള്ളി വന്നു. അവിടുന്ന് കൽപ്പിച്ചു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ആ ക്രിസ്തുവിനെ ധരിക്കുവാൻ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഒരു മാർഗം ഉപദേശിച്ചു തരികയാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യ സഹോദരങ്ങളെ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ ഒരു പടി കൂടി കടന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അപ്പോസ്തലന്മാരെ കുറിച്ച് പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് തിരുവചനത്തിൽ കൂടെ കടന്നു പോയാൽ, പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലനെ നാം ഒന്ന് എടുത്തു നോക്കിയാൽ, ആ ജീവിതത്തിൽ ഒത്തിരി അപജയങ്ങൾ ഉണ്ടായിട്ടില്ലേ? കർത്താവിനെ തള്ളി പറയുന്ന അവസ്ഥ വരെ വന്നില്ലേ? ഒത്തിരി ആ അവസ്ഥയിൽ കൂടെ കടന്നുപോയി. പക്ഷേ എങ്കിലും ആ അവസ്ഥയിൽ നിന്ന് മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷം 16-ാം അധ്യായത്തിൽ കൂടെ കർത്താവ് ആ അപ്പോസ്തലനെ വിളിച്ചു വേർതിരിച്ചു. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. അതെ, ഒരു ശ്രേഷ്ഠതയേറിയിരിക്കുന്ന പാറയായിട്ട്, ഏത് നിഷേധ അവസ്ഥകളും വന്നാൽ അടിച്ചു തകരുന്ന ഒരു പാറയായിട്ട് ആ ബലഹീന വ്യക്തിത്വത്തെ ആക്കി തീർക്കുവാൻ സാധിച്ചില്ലേ? തൻ്റെ ഇടത്തും വലത്തും ഇരുന്ന് ആ വലിയ സ്ഥാനം അലങ്കരിക്കുവാൻ തക്കവണ്ണം അടുത്തു വന്ന തൻ്റെ അപ്പോസ്തലന്മാരായ യാക്കോബും യോഹന്നാനും, പ്രിയപ്പെട്ടവരെ, ആ ബലഹീനത ഉൾക്കൊണ്ടിരുന്ന ആ ശിഷ്യന്മാരെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ കർത്താവ് അവരെ വിളിച്ചു ഇടിമക്കളെന്ന്. അവരെ ഇടിമക്കളെന്ന് വിളിച്ച് തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രധാനപ്പെട്ട അവസ്ഥകളിലെല്ലാം അവനോടുകൂടെ ചേർത്തു. അവർ ഇടത്തും വലത്തും ഇരിക്കുവാൻ തക്കവണ്ണം അനുവാദം ചോദിച്ചപ്പോൾ കർത്താവ് അവരോട് ചോദിച്ച ഒരു സംഗതിയുണ്ട്. ഞാൻ ഏൽക്കുന്ന മാമോദീസ നിങ്ങൾക്ക് ഏൽക്കുവാൻ കഴിയുമോ? ഞാൻ ഏൽക്കുന്ന മാമോദീസ നിങ്ങൾക്ക് ഏൽക്കുവാൻ കഴിയുമോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ? അത് തന്നെയാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മോട് അറിയിച്ചത്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. വാത്സല്യ സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 34-ാം തിരുവചനത്തിൽ നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ച് ഒരു മുന്നറിവ് തരുന്നുണ്ട്. ആ മുന്നറിവിൽ കർത്താവ് കൽപ്പിക്കുന്ന ഒരു വസ്തുത നമുക്ക് പാട്ടായിട്ട് ഇങ്ങനെ പാടാം. കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാനന്ത്യം വരെ. മർക്കോസ് എവങ്കേലിസ്റ്റ് രക്ഷാസുവിശേഷം 8:34, എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് കൊള്ളാകുന്നവനല്ല. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, ക്രൈസ്തവ ജീവിതത്തിൽ ഈ ക്രൂശിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നാം അവനിൽ നിന്ന് മാറിപ്പോകാതെ അവനിലേക്ക് ആശ്രയിക്കുവാൻ
തിരുമേനി ആദ്യമേ നിങ്ങളോട് അറിയിച്ച യേശു പ്രാർത്ഥന, കർത്താവേ യേശുവേ പാപിയായ എന്നോട് കരുണ തോന്നണമേ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കാതെയോ മന്ത്രം പോലെ അത് ഉരുവിടുക. ഹൃദയത്തിൻ്റെ അഗാധത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങട്ടെ. നമ്മുടെ ഹൃദയത്തിലേക്ക് ആധ്യാത്മിക പ്രേമം കടന്നു വരട്ടെ. യേശുവിനോടുള്ള ആ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. ഇതാ പ്രകാശത്തെ ധരിക്കുന്നവൻ്റെ ആ ഒരു അവസ്ഥയാണ് നാം മുമ്പ് കണ്ടത്. ഞാൻ കടന്നു പോകട്ടെ. വെളിപാട് പുസ്തകത്തിലേക്കാണ് അടുത്ത് നമുക്ക് കടന്നു പോകാനായിട്ടുള്ളത്. അവിടെ 7-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിൽ ഒരു വലിയ സന്ദേശം നമുക്കായി കിട്ടുകയാണ്. സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി, സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവരായി എണ്ണിക്കൂടാത്ത വണ്ണം ജനം വെള്ള നിലയങ്കി ധരിച്ച് കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടി. വാത്സല്യ സഹോദരങ്ങളെ, അവരെക്കുറിച്ച് 14-ാം വാക്യത്തിൽ പറയുന്നത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കിയെ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വി ക്യാൻ സീ ദി യൂണിവേഴ്സാലിറ്റി ഓഫ് ദി ഗോസ്പൽ. നമ്മുടെ കർത്താവിൻ്റെ തിരുജന്മം അറിയിക്കുവാൻ തക്കവണ്ണം സ്വർഗീയ മാലാഖമാർ ഇതാ ആട്ടിടയന്മാരുടെ അടുക്കലേക്ക് വന്നപ്പോൾ അവരോട് പറഞ്ഞതായിരിക്കുന്ന വസ്തുത, ഹല്ലേലൂയ അവസ്ഥ, ആ സംഗീതം പാടിക്കൊണ്ട് അവരോട് അറിയിച്ചത്, ഇതാ സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ഈ മഹാസന്തോഷം നമുക്ക് ആസ്വദിക്കാം പ്രിയപ്പെട്ടവരെ. ഈ മഹാസന്തോഷം നമുക്ക് മറ്റുള്ളവർക്കും പകരാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കൂടി പറഞ്ഞ് ഞാൻ വിരമിക്കുന്നു. 16-ാം വാക്യത്തിലാണ് ഇത്രയും നാം അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലം എന്തെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് അവരെ നടത്തും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു നീക്കും. ഇതാണ് അതിൻ്റെ അനുഭവം. ആ പ്രകാശത്തിൽ വസിക്കുന്നവനും പ്രകാശമായുള്ളവനുമായിരിക്കുന്ന യേശുവിനെ ഒരു വ്യക്തി ധരിക്കുമ്പോൾ അവനുള്ള പ്രതിഫലം ഇതാണ്. ഇതാ മഹാകഷ്ടത്തിൽ നിന്നും അവർ വന്നു എന്ന് വരികിലും കുഞ്ഞാടിനോട് ചേർന്നിരുന്ന ആനന്ദം അനുഭവിക്കുന്ന ആ സുന്ദരമായിരിക്കുന്ന നിമിഷം, മനോഹരമായിരിക്കുന്ന നിമിഷം. വാത്സല്യ സഹോദരങ്ങളെ, ഒരു ചിന്തകൻ രേഖപ്പെടുത്തിയതുപോലെ, ദി ജേർണി ഓഫ് 1,000 miles begins with one step. The journey of 1,000 miles begins with one step. 1000 കിലോമീറ്റർ നടക്കുവാൻ ഒരു വ്യക്തി തുനിയുകയാണെങ്കിൽ അത് ആരംഭിക്കുന്നത് ഒരു ചുവടുവെപ്പിൽ കൂടെയാണ്. നമുക്ക് ആ ചുവടുവെപ്പ് ഈ സായം സന്ധിയിൽ നമുക്ക് നിവർത്തിക്കാം. കർത്താവിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവമായതിന് നമുക്ക് ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും യേശു കർത്താവിൻ്റെ കൃപയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. യേശു ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക.